പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ NXTയുടെ ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ഇന്നത്തെ സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡ് ആരംഭിക്കുന്നത് NXT വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടായിരുന്നു. റോക്സിനി പെരസ് എന്ന നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജൂലിയ പുതിയ NXT വുമൺസ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള മത്സരമാണ് കാണാൻ സാധിച്ചത്. കോറ ജേഡ് വന്നിട്ട് റോക്സിനി പെരസിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജൂലിയ അവിടെ ഒക്കെ തകർത്ത് മുന്നേറി മത്സരത്തിൽ വിജയിച്ച് പുതിയ ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിച്ചു. പിന്നീട് എടുത്തു പറയാനുള്ളത് മെയിൻ ഇവൻറ്റിലെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. NXTയുടെ ഈ വീക്കിലി എപ്പിസോഡിന് ഇടയിൽ എഡ്ഡി എന്ന് പറയുന്ന റെസ്ലറിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഈ ട്രിപ്പിൾ ത്രെറ്റ് ഒരു സിംഗിൾസ് മത്സരമായിട്ടാണ് NXTയുടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നടന്നത്. ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ട്രിക് വില്യംസ് ഒബാഫെമി എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് റെസ്ലറിനെതിരെയായിരുന്നു ആദ്യം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അവസാന നിമിഷങ്ങളിലേക്ക് എഡിയും കൂടി മത്സരത്തിലേക്ക് വന്ന ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിട്ട് തന്നെ മത്സരം മുന്നോട്ട് പോയി. എന്നിട്ടും ട്രിക് വില്യംസിനെയും എഡിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒബാഫെമി പുതിയ NXTയുടെ ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിച്ചു. ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ആ ഒരു ഫിസിക്കൊക്കെ വെച്ച് നോക്കിയാൽ ഒബാഫെമിയെ ഇനി ഇപ്പോഴത്തെ NXT ബ്രാൻഡിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. അത്രയും വലിയൊരു ആജാന ബാഹുവാണ് ഒബാഫെമി. NXTയുടെ എപ്പിസോഡ് കണ്ട കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. എടുത്തു പറയാനുള്ളത് ദ റോക്ക് ഫൈനൽ ബോസിൻ്റെ എൻട്രിയെ സംബന്ധിച്ചാണ്. ദ റോക്കിൻ്റെ എൻട്രി ഇന്നത്തെ NXT എപ്പിസോഡിൽ 2 സെഗ്മെൻറ്റുകളായിട്ടാണ് കാണാൻ സാധിച്ചത്. അതിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ദ റോക്കിൻ്റെ മകളും NXTയുടെ ജനറൽ മാനേജറുമായ ഏതൻ പേജ് എന്ന് പറയുന്ന റെസ്ലർ ഇവർക്കിടയിലേക്കുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ആ സെഗ്മെൻറ്റിൽ ഏതൻ പേജ് നീ കൂളല്ലേ, നിനക്ക് അവയുമായിട്ട് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് ഫൈനൽ ബോസുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഈതൻ പേജ് എന്ന് പറയുന്ന റെസ്ലറിനെ ഉടനെ മെയിൻ റോസ്റ്ററിൽ കാണണം എന്നുള്ളതും ഫൈനൽ ബോസായ ദ റോക്ക് പറയുന്നുണ്ട്. പിന്നീട് മെയിൻ ഇവൻറ്റിലെ NXT ചാമ്പ്യൻഷിപ്പ് കാണുന്നതിന് ശേഷമാണ് റോക്കിൻ്റെ സെഗ്മെൻറ്റ് റിങ്ങിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ റോക്ക് വന്നിട്ട് കിടിലമായിട്ടുള്ള ഒരു പ്രൊമോ കട്ട് ചെയ്തു. അതായത് ഫൈനൽ ബോസ് ക്യാരക്ടറിനെ സംബന്ധിച്ച് ഇന്നലത്തെ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ എപ്പിസോഡിൽ വലിയ ഒരു അപ്ഡേഷനൊന്നും അദ്ദേഹം നൽകിയില്ലെങ്കിൽ NXTയിൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നൽകി. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് താൻ കോഡി റോഡ്സിനെതിരെ പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ കളിയാക്കി, അല്ലെങ്കിൽ എന്തിന് കോഡിയെ എപ്പോഴും കുറ്റം പറയുന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ കോഡിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കൊടുത്തപ്പോൾ എല്ലാവരും കോഡിയെ എന്തിന് ഇങ്ങനെ പൊക്കി പറയണം എന്നുള്ളത് പറയുന്നു എന്ന് ചോദിക്കുന്നു. വിമർശകരുടെ കൂടെയല്ല താൻ പോകുന്നത് എന്നും അവർക്ക് മുന്നിലാണ് താൻ നടക്കുന്നതെന്നും അതുകൊണ്ടാണ് താൻ ഫൈനൽ ബോസ് ആയത് എന്നുള്ളതും ദ റോക്ക് പറയുന്നുണ്ട്. തൻ്റെ ഒപ്പമല്ല, ഞാൻ അവർക്കും 20 അടി മുകളിലാണ് നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ വിമർശകർ തൻ്റെ പിന്നാലെ വന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളതും ദ റോക്ക് പറയുന്നുണ്ട്. കൂടാതെ NXTയിലുള്ള താരങ്ങളെ സംബന്ധിച്ചും ഇവർ ഫ്യൂച്ചർ റെസ്ൽമേനിയ മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള റെസ്ലേഴ്സ് ആണെന്നും അത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ആരായാലും അവർ കിടിലമായിട്ടുള്ള റെസ്ലേഴ്സ് ആണെന്നും ദ റോക്ക് പറയുന്നുണ്ട്. NXT ഈ കിടിലമായിട്ടുള്ള ഒരു ഷോയാണ്, ഇനിയും കിടിലമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന് പറയുന്ന ഷോ ദ റോക്കിൻ്റെ സെഗ്മെൻറ്റോട് കൂടി അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്ന WWEയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളെ സംബന്ധിച്ചാണ്. ഹോൾ ഓഫ് ഫെയിമറായ ഹൾക്ക് ഹോഗനെ നമുക്ക് ഇന്നലത്തെ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട എപ്പിസോഡിൽ കാണാൻ സാധിച്ചിരുന്നു. ഹോഗൻ്റെ ആ ഒരു അപ്പിയറൻസ്, അദ്ദേഹം എൻട്രൻസ് സ്റ്റേജിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അമേരിക്കൻ ബിയർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് WWEയുമായിട്ടുള്ള ഹൾക്ക് ഹോഗൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വലിയൊരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൾക്ക് ഹോഗൻ വന്ന ഉടനെ തന്നെ കാണികൾ അപ്പാടെ കൂവുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂവൽ എന്ന് പറഞ്ഞാൽ ഡൊമിനിക് മെസ്റ്റിറ്റിക്കും ന്യൂ ഡേക്കും സ്റ്റോറി പ്രകാരം കിട്ടുന്ന കൂവലിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള ഒരു കൂവലാണ് ഹൾക്ക് ഹോഗന് കിട്ടിയത്. ഹൾക്ക് ഹോഗൻ ഇപ്പോൾ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവ് അല്ല. അദ്ദേഹം ഇപ്പോൾ WWE ഷോകളിൽ തന്നെ അങ്ങനെ വളരെ വിരളമാണ് വരുന്നത് തന്നെ. എന്നിട്ടും ഹൾക്ക് ഹോഗനെ ഇത്രയധികം ആളുകൾ എന്തിന് കൂവണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു ബാക്ക് സ്റ്റേജ് ഡിസ്കഷൻ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഹൾക്ക് ഹോഗൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കായിരിക്കാം ഈ കാണികൾ കൂവിയത് എന്നാണ്. എന്നാൽ ഹൾക്ക് ഹോഗനെ ഇഷ്ടപ്പെടാത്ത കാണികൾ കൂവിയതാണ് എന്നുള്ളതും പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൾക്ക് ഹോഗനെ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതിൽ ആർക്കും താല്പര്യമില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂവിയത് എന്ന് പറയുന്നുണ്ട്. ഹൾക്ക് ഹോഗനെ ആർക്കും ഇഷ്ടമല്ല. ഹൾക്ക് ഹോഗൻ്റെ ആ ഒരു കാലം കഴിഞ്ഞു. ഹൾക്ക് ഹോഗൻ ഇനിയും സെഗ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നതിൽ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് കൂവിയതാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിന് എതിരെയുള്ള ഒരു പ്രതിഷേധമൊന്നുമല്ല
കാണികൾ അവിടെ കാഴ്ചവെച്ചത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ലഭിച്ച ഈ ഒരു കൂവൽ ഹൾക്ക് ഹോഗനെ ഒരു ഹീൽ ക്യാരക്ടറാക്കി കൊണ്ടുവന്ന് ഒരു റെസ്ലറിൻ്റെ കൂടെ നിർത്തുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റെസ്ലറിൻ്റെ കൂടെ പെട്ടെന്ന് ഹൾക്ക് ഹോഗൻ വന്നിട്ട് ആ റെസ്ലർ വിജയിക്കുന്ന രീതിയിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഹൾക്ക് ഹോഗന് കിട്ടിയ ഈ ഒരു കൂവലിലൂടെ അദ്ദേഹത്തെ ഹീലായിട്ടുള്ള ഒരു മാനേജറാക്കി പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഭാവി അപ്പിയറൻസ് ഹൾക്ക് ഹോഗൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഹൾക്ക് ഹോഗന് ലഭിച്ച ഈ ഒരു കൂവലാണ് എന്തായാലും റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ടതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ച ഒരു വലിയൊരു മൊമെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് അത് മീഡിയയിൽ അമേരിക്കയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ഷെയ്മസിൻ്റെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചാണ്. ഷെയ്മസ് ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഷെയ്മസിൻ്റെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം WWE കോൺട്രാക്റ്റ് താൻ പുതുക്കിയെന്നും 5 വർഷത്തെ ലോങ് ടേം ഡീലാണ് താൻ സൈൻ ചെയ്തിട്ടുള്ളത് എന്നും 2029 വരെ കമ്പനിയുമായിട്ട് താൻ മുന്നോട്ട് പോകും എന്നുള്ളതും ഷെയ്മസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തൻ്റെ റെസ്ലിംഗ് കരിയറിന് വിരാമം വിടുന്ന റിട്ടയർ പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് ഷെയ്മസ് പറയുന്നത് തൻ്റെ കാലുകൾ എന്ന് നിശ്ചലമാകുന്നുവോ അന്ന് താൻ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നാണ്. 2029 വരെ തൻ്റെ 50 വയസ്സുകളിലെ ആ ഒരു സമയം വരെ നിങ്ങൾ ആരും തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട എന്നുള്ളതും ഷെയ്മസ് പറയുന്നുണ്ട്. അപ്പോൾ ഷെയ്മസ് 2029 വരെ ഇപ്പോഴുള്ള പോലെ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.